പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഞാൻ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളാണ്, ഞാൻ തൗഹീദ് പ്രഭാഷണം നടത്തുന്ന ആളാണ്, ഞാൻ തൗഹീദിന് വേണ്ടി വാദിക്കുന്ന ആളാണ്, ഞാൻ ഖബറിൻ്റെ പുറത്തൊന്നും പോവാറില്ല, ഞാൻ മക്ബറ സന്ദർശിക്കാറില്ല, ഞാൻ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാറില്ല, അതുകൊണ്ട് എൻ്റെ തൗഹീദ് പൂർണ്ണമാണ്, അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ കളവ് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, മറ്റുള്ളവരെ പരിഹസിച്ചാലും പ്രശ്നമൊന്നുമില്ല, ഭാര്യയെ ഉപദ്രവിച്ചാലും പ്രശ്നമൊന്നുമില്ല, മക്കളോട് മോശമായി പെരുമാറിയാലും പ്രശ്നമില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിച്ചാലും പ്രശ്നമില്ല, ഗീബത്ത് പറഞ്ഞാലും പ്രശ്നമില്ല, നമീമത്ത് പറഞ്ഞാലും പ്രശ്നമില്ല, ഞാൻ തൗഹീദിൻ്റെ ആളാണ്, എനിക്കാണ് സ്വർഗം, തൗഹീദ് ഇല്ലാത്ത ആളുകൾ കാരണം തൗഹീദ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും എന്നിങ്ങനെ കരുതി ചില ആളുകൾ, അതല്ലെങ്കിൽ വലിയ ഒരു സംഘം ആളുകൾ തെറ്റിദ്ധാരണയിലാണ്. അവർ വിചാരിക്കുന്നത് തൗഹീദ് ആ നിലക്കൊരു ചെറിയ വശവും ഒക്കെ അങ്ങ് പഠിച്ച് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു പ്രബോധന പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പും എടുത്ത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇനി എനിക്കൊന്നും പഠിക്കാനില്ല, എൻ്റെ അഖീദ പഠനമൊക്കെ കഴിഞ്ഞു, എല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയാണ്. ആ ധാരണ ഉണ്ടാകുമ്പോഴാണ് ഈ സ്വഭാവപരമായ പെരുമാറ്റങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത്. തൗഹീദിൻ്റെ ആളുകളെക്കുറിച്ച് ആളുകൾക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. തൗഹീദിൻ്റെ പ്രബോധകന്മാരെക്കുറിച്ച് അവരുടെ ഭാര്യമാർക്ക് അഭിപ്രായമില്ല, അവരുടെ മക്കൾക്ക് അഭിപ്രായമില്ല, അവരുടെ കുടുംബാംഗങ്ങൾക്ക് അഭിപ്രായമില്ല, അവരുടെ അയൽവാസികൾക്ക് അഭിപ്രായമില്ല, അവരുടെ കൂട്ടുകാർക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? സംഭവിക്കാൻ പാടില്ല. അസ്ലുഹ സാബിത്ത്, അസ്ലു സാബിത്താണോ? എന്താണ് ഈമാൻ? അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ, ആ ഈമാൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊക്കെ പഠിച്ച് മനസ്സിലായാൽ മാത്രമേ അതിൻ്റെ ഫറ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ശുഷ്കിച്ചു പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ എന്നെയും നിങ്ങളെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, നാം ഈമാൻ പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് ഒന്നാമത്തെ വിശദീകരണം അതാണ്, തുഅ്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നില്ലാഹ്.